ഒരുപാട് നാളായി പോലീസിനെ വട്ടം കറക്കിയ മോഷണക്കേസ് പ്രതികൾ ഒടുവിൽ വലയിലായി. ഇരട്ട സഹോദരന്മാർ ഉൾപ്പെട്ട ഒരു അസാധാരണ മോഷണക്കേസാണ് പുറത്തു വന്നിരിക്കുന്നത്. സൗരഭ് വർമ്മ, സഞ്ജീവ് വർമ്മ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കാഴ്ചയിൽ സമാന രൂപമുള്ള രണ്ടുപേരും ചേർന്ന് അതിവിദഗ്ധമായാണ് മോഷണം നടത്തിയിരുന്നത്. ഒരാൾ മോഷണം നടത്തുമ്പോൾ മറ്റേയാൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായി മറ്റെവിടെയെങ്കിലുമുള്ള CCTVക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായിരുന്നു രീതി. കവർച്ചയിൽ ഉൾപ്പെട്ടയാളെ പിടികൂടിയാൽ താൻ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നില്ലെന്ന് സ്ഥാപിക്കാനായി CCTV ദൃശ്യങ്ങൾ തെളിവായി ഹാജരാക്കും. ഇതോടെ നിരപരാധിയാണെന്ന് വരുത്തി തീർത്ത ശേഷം രക്ഷപ്പെടുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. ഇതോടെ വിവിധ കേസുകളിൽ പോലീസിന് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ഡിസംബർ 23-ന് മൗഗഞ്ച് നഗരത്തിലെ ആളൊഴിഞ്ഞ വീട്ടിൽ ഇരുവരും ചേർന്ന് വൻ മോഷണം നടത്തിയിരുന്നു. അലമാരകളും പെട്ടികളും കുത്തിത്തുറന്ന് ആഭരണങ്ങളും പണവും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന സാധനങ്ങളാണ് ഇവർ മോഷ്ടിച്ചെടുത്തത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഈ കേസിൽ സൗരഭ് വർമ്മ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സൗരഭിനെ തേടി സഞ്ജീവ് പോലീസ് സ്റ്റേഷനിലെത്തിയതോടെയാണ് കേസിൽ വഴിത്തിരിവുണ്ടായത്. അകത്തുള്ളയാൾ എങ്ങനെ പുറത്തിറങ്ങിയെന്ന് പോലീസുകാർക്ക് പോലും സംശയം തോന്നി. കസ്റ്റഡിയിലെടുത്ത പ്രതി എങ്ങനെയോ രക്ഷപ്പെട്ടുവെന്നാണ് പോലീസ് ആദ്യം കരുതിയത്. എന്നാൽ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇരട്ടകളുടെ മോഷണ പദ്ധതി പുറത്തുവന്നു. ഇരട്ട സഹോദരന്മാർ ഒരേ വസ്ത്രം ധരിച്ചാണ് മോഷണത്തിനിറങ്ങിയിരുന്നത്. ആർക്കും സംശയം തോന്നാതിരിക്കാൻ അപൂർവമായി മാത്രമാണ് ഇരുവരും തമ്മിൽ നേരിട്ട് കണ്ടുമുട്ടിയിരുന്നത്. വിരലിലെണ്ണാവുന്ന ഗ്രാമീണർക്ക് മാത്രമേ ഇരുവരും ഇരട്ടകളാണെന്ന കാര്യം അറിയുമായിരുന്നുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു. പ്രതികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന ആഭരണങ്ങൾ പോലീസ് കണ്ടെടുത്തു. സൗരഭ് വർമ്മ ഉൾപ്പെടെ 3 പേരുടെ അറസ്റ്റിലേക്ക് നയിച്ച വൻ വേട്ടയാണ് ആരംഭിച്ചത്. തങ്ങളുടെ കള്ളത്തരങ്ങൾ നിലനിർത്താൻ സഹോദരങ്ങൾ വളരെയധികം ശ്രമിച്ചിരുന്നു. ഒരേ വസ്ത്രം ധരിക്കുകയും സംശയങ്ങൾ ഉയർത്താതിരിക്കാൻ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവരുടെ തന്ത്രം വളരെ ഫലപ്രദമായിരുന്നു. ഡിസംബർ 23-ന് മൗഗഞ്ച് നഗരത്തിലെ ആളൊഴിഞ്ഞ വീട് ലക്ഷ്യമിട്ടാണ് ഇരട്ടകളുടെ ഏറ്റവും പുതിയ മോഷണവും നടന്നത്. നിരവധി കള്ളത്തര കേസുകളാണ് ഇവർ തമ്മിൽ നടത്തിയതും. ഇതെല്ലാം പോലീസിന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അവസാനമായി നടത്തിയ ഈ കേസാണ് ഇതിനെല്ലാം വഴിത്തിരിവായി മാറിയതും. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മറ്റു മോഷണ കേസുകളും പുറത്തുവരുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. Don't worry മോനെ, ഉണ്ടെന്നീ മണി ഈസിയായി നേടൂ വള്ളുവനാട് ഈസി മണി. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.